തിരുവനന്തപുരം വലിയതുറയിൽ കടൽപ്പാലം രണ്ടായി പിളർന്നു. ഇന്ന് പുലർച്ചെയാണ് തകർന്ന നിലയിൽ കണ്ടെത്തിയത്. കടൽക്ഷോഭത്തിൽ തകർന്നതെന്ന് പോലീസ്. പാലം ഏറെ നാളായി അപകടാവസ്ഥയിലായിരുന്നു. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, എന്താണ് പാലത്തിന് സംഭവിച്ചത്? സൈഫുദ്ദീൻ, ഇന്ന് പുലർച്ചെയാണ് ഈ പാലം തകർന്നു വീഴുന്നത്. വളരെ കാലമായി ഈ പാലം അപകടാവസ്ഥയിലാണ്. അതിൻ്റെ താഴെയുള്ള കോൺക്രീറ്റ് തൂണുകളടക്കം ഏതാണ്ട് തകർന്നൊടിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു. പല ഘട്ടങ്ങളിൽ നവീകരണത്തിനുള്ള പല ശ്രമങ്ങളും നടന്നെങ്കിലും അതെല്ലാം പരാജയപ്പെടുകയായിരുന്നു. ഇന്നലെ വൈകിട്ടോടെ ആ അടർന്ന ഭാഗത്തിന് കീഴിലുള്ള തൂണുകൾ പൂർണ്ണമായും കടലടിച്ച് തകർന്നു പോവുകയും ഇന്ന് രാവിലെ വലിയൊരു തിരയടിച്ചപ്പോഴേക്കും അതിന് മോൾ ഭാഗത്തുണ്ടായിരുന്ന കോൺക്രീറ്റ് കൂടെ താഴേക്ക് അടർന്നു വീഴുകയുമാണ് ചെയ്തത്. ഈ വലിയതുറ പാലം എന്ന് പറഞ്ഞാൽ വലിയ ചരിത്രം ഉള്ള പാലം. വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1985 ഈ പാലം ആദ്യമായി സ്ഥാപിക്കുന്നത്. ഉരുക്കുപാലമായിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. ചരക്ക് നീക്കമടക്കം കപ്പലുകൾ അടുക്കുന്നതടക്കം ചരക്ക് നീക്കങ്ങളടക്കം നടന്നിരുന്നതാണ്. ഒരു പോർട്ടായിരുന്നു ഇത്. പിന്നീട് അത് നശിക്കുകയും ഒരു 1947 ഒരു കപ്പൽ വന്ന് ഇടിച്ച് ഈ ഉരുക്കുപാലം പൂർണ്ണമായി തകരുകയും ഒക്കെയാണ് ചെയ്തത്. 1956 ഈ ഇപ്പോൾ കാണുന്ന ഈ മാതൃകയിലുള്ള ഒരു കോൺക്രീറ്റ് പാലമായിട്ട് ഇത് സൃഷ്ടി ഇങ്ങനെ ഇതാക്കുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ പോർട്ട് ഒക്കെ നിലച്ചു പോവുകയും ഇങ്ങനെ തന്നെ ഇതിങ്ങനെ തുടരുകയും ചെയ്തു. ഇതിൻ്റെ പല ഘട്ടങ്ങളിൽ തുറമുഖ വകുപ്പടക്കം നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി നിലനിർത്തുകയുണ്ടെങ്കിലും ഈ അടുത്ത കാലത്ത് വലിയ ശോചനീയ അവസ്ഥയിൽ തന്നെ തുടരുകയായിരുന്നു കടൽപ്പാലത്തിന് ചരിത്ര പ്രാധാന്യത്തിനപ്പുറം ഇവിടുത്തെ മുക്കുവ ജനതയ്ക്ക്, മത്സ്യത്തൊഴിലാളി ജനതയ്ക്ക് വലിയ പ്രാധാന്യം, അവരുടെ ജീവിതത്തിൽ വലിയ പങ്കുകൂടിയുണ്ട്. വറുതി കാലങ്ങളിൽ അവർ ഈ മത്സ്യബന്ധനത്തിനും മറ്റും ഈ പാലത്തിന് വലിയ രീതിയിൽ ആശ്രയിക്കുന്നുണ്ട്. ചൂണ്ടയിട്ടും മറ്റ് കറ്റവെള്ളത്തിലും മറ്റുമെല്ലാം പോയി മത്സ്യബന്ധനം നടത്തുന്നതിന് അങ്ങനെ ആശ്രയിക്കുന്ന ഒരു പാലം കൂടിയാണ്. അതാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ആളുകളോട് കൂടി ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അന്വേഷിക്കാം. ചേട്ടാ, എന്താണ് ഈ പാലം ഇങ്ങനെ തകർന്നത്? എന്താണ് സംഭവിച്ചത്? ഇന്ന് രാവിലെ ഒരു 8:30 മണിയോടുകൂടി ഞങ്ങൾ അവിടെ മീൻ ലേലം വിളിക്കുന്ന സ്ഥലത്ത് ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ ശബ്ദത്തോടു കൂടി ഈ ഒരു 10 മീറ്റർ ഭാഗം അടർന്ന് വീഴുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് വീഴുമ്പോഴേക്കും ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് അന്ത്യമായെന്നാണ് എനിക്ക് പറയാനുള്ളൂ ഈ തീരദേശം എന്നുള്ള നിലയിൽ. കാര്യം കഴിഞ്ഞ 15 വർഷമായിട്ട് വാഗ്ദാനങ്ങളുടെ പുറത്തായിരുന്നു ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ആ വാഗ്ദാനങ്ങൾ അനുസരിച്ച് ഇത് ഇന്ന് വരും, മറ്റേ നമ്മളില്ലേ പപ്പു പറയുന്നുണ്ട് റോഡ് റോളർ ഇപ്പം ശരിയാക്കി എന്ന് തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരേക്കും ശരിയാകാതെ കിടന്നൊരു സംവിധാനമാണ്. അപ്പോൾ ഇപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ചേർന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കാര്യം ഞങ്ങൾക്ക് വറുതി കാലത്ത് ഇതേ ആശയമുള്ളൂ. 1980 ഇത് ഡെഡ് പോർട്ടായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമായിരുന്നതാണ്. അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ ഒരു കൂണ് പോലെ മുളച്ചു വന്ന മാരിടൈം ബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഇവിടെ വരികയും അവരിവിടെ ഒരു ഗേറ്റ് ഇട്ടു, ലോക്കിട്ടു. പിന്നെ ടൂറിസം വികസനം എന്നുള്ള നിലയിൽ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ തന്നെ സിമെൻറ്റ് സ്പ്രേ ചെയ്ത് ഇതിൻ്റെ പാലത്തിൻ്റെ വെയിറ്റ് കൂട്ടി ശരിക്കും പറഞ്ഞാൽ ഇതിനെ നശിപ്പിക്കുകയായിരുന്നു. ഇത് പ്രയോജനമുള്ളൊരു ജനതയ്ക്ക് അതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ശരിക്കും പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളാണെങ്കിൽ ഇതൊക്കെ അവരുടെ പൈതൃക സ്വത്താണ്. ഇതിനൊക്കെ ചരിത്രത്തിൻ്റെ താളുകളിൽ ഇടം പിടിക്കേണ്ട സ്ഥാനമാണ്. പക്ഷേ ഇന്ന് ചരിത്രത്തിൻ്റെ താളുകളിൽ പോലും തീരദേശക്കാരുടെ വറുതി കാലഘട്ടത്തിൽ അവരുടെ ഏക ആശ്രയമാണ്. അവരുടെ മക്കളുടെ വിശപ്പ് അകറ്റാൻ പറ്റുന്ന ഒരു ആശയമാണ്. ഇനി ഞങ്ങൾക്ക് പറയാം, വോട്ടിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ മുതലെടുപ്പിൻ്റെ രാഷ്ട്രീയം കൊണ്ട് ഇനി ആരും ഇങ്ങോട്ട് വരണ്ട. വ്യക്തമായ ധാരണയോടുകൂടി ഞങ്ങൾക്ക് വലിയ പദ്ധതികളൊന്നും വേണ്ട. നിങ്ങൾ പറയുന്നത് പോലെ ഇതിനെ മിനി ഹാർബറാക്കി മാറ്റേണ്ട 180 കോടി രൂപയുടെ പ്രൊജക്ട് അത് ഞങ്ങൾക്ക് വേണ്ട. 25 കോടി രൂപയുടെ ഫിഷ് ലാൻഡിംഗ് സെന്റർ അത് ഞങ്ങൾക്ക് വേണ്ട. കടൽക്ഷോഭത്തിലാണ് തിരുവനന്തപുരത്ത് കടൽപ്പാലം രണ്ടായി പിളർന്നത്. വിശദാംശങ്ങൾ നൽകിയത് മുഹമ്മദ് ആഷിഖ്.